ചേട്ടാ നമസ്കാരം. നമസ്കാരം. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അതായത് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ കാര്യങ്ങളിൽ പ്രോഗ്രഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ത്യ നമ്മുടെ സൈനിക വിന്യാസമായിട്ടുള്ള തൃശൂൽ ആരംഭിച്ചു കഴിഞ്ഞ ശേഷം പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം സർ ക്രീക്കിൽ നടത്തുകയാണ് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇത് മലയാള മാധ്യമങ്ങളൊന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ന്യൂസ് ഇന്ത്യ മലയാളമാണ് ഇത് ആദ്യമായിട്ട് കൊടുക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോ ഇന്ന് രാജ്നാഥ് സിംഗ് വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനെ അടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഒരു സംശയം വേണ്ട, അടിച്ചിരിക്കും എന്ന് പറയുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച പാളി ഇസ്താൻബുളിൽ. നേരത്തെ തന്നെ അത് പാളിയതാണ്. ആക്ച്വലി അസീം മുനീറിനെ ഓട്ടിച്ചിട്ട് അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പാളിപ്പോയതാണ്. കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം ഉണ്ടായി. ഉടനെ തന്നെ അവർ യുദ്ധത്തിന് തയ്യാറെടുക്കുമെന്ന് പറയുന്നു. അതിന്റെ ഇടയിലാണ് ഇന്ത്യ 10 ദിവസത്തേക്കുള്ള ഇപ്പോൾ സൈനികാഭ്യാസമായിട്ടുള്ള തൃശൂൽ ആരംഭിച്ചിരിക്കുന്നത്. കര, വ്യോമ, നാവിക 3 സേനകളും സംയുക്തമായിട്ട് ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പാകിസ്ഥാൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ആക്ച്വലി കഴിഞ്ഞ 72 മണിക്കൂറിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് അവരുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. പാകിസ്ഥാൻ നേവി ചീഫ് അഡ്മിറൽ നവീദ് അഷ്റഫ് റിവ്യൂഡ് ഓപ്പറേഷണൽ റെഡിനെസ് അറ്റ് ഫോർവേഡ് പോസ്റ്റ് ഇൻ ദ സർ ക്രീക്സ് ഏരിയ. സർ ക്രീക്സ് ഏരിയയിൽ ചീഫ് അഡ്മിറൽ നവീദ് അഷ്റഫ് എത്തിയിട്ടുണ്ട്. പോരാത്തതിന് അവിടെ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താമെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. പോരാത്തതിന് അനൗൺസ്ഡ് ഇൻഡക്ഷൻ ഓഫ് 3 UK മെയ്ഡ് ഗ്രിഫോൺ 2400 TD ഹോവർ ക്രാഫ്റ്റ്. ഈ UK മെയ്ഡ് ആയിട്ടുള്ള ഹോവർ ക്രാഫ്റ്റ് അവിടെ വിന്യസിക്കാനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉൾപ്പെടുത്തുന്നതായി ഇതിൽ ഞങ്ങൾ ഇന്ത്യയെ പ്രതിരോധിക്കാനായി ഉൾപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് സർ ക്രീക്ക് മുതൽ ജിവാനി വരെയുള്ള തീരപ്രദേശ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി പാക് കപ്പൽപ്പട അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതായത് സർ ക്രീക്കിലേക്ക് പാക് കപ്പൽപ്പട നീങ്ങിയിരിക്കുകയാണ്. സമുദ്ര പരമാധികാരത്തിനും ഇന്ത്യൻ മഹാസമുദ്ര സ്ഥിരതയ്ക്കും പ്രാധാന്യം നൽകുന്ന സംയോജിത അഭ്യാസങ്ങൾക്കായി മംഗ്ലയിലെ പാകിസ്ഥാൻ ആർമിയുടെ 1 സ്ട്രൈക്ക് കോപ്സിൽ നിന്നുള്ള സംയുക്ത ഘടനകളെ ഉൾപ്പെടുത്താനായിട്ട് ഇപ്പോ അയാൾ പറഞ്ഞിരിക്കുകയാണ്. എക്സസൈസസ് എംഫസൈസിംഗ് മാരിടൈം സോവറിനിറ്റി ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ സ്റ്റെബിലിറ്റി. പാകിസ്ഥാൻ 1 സ്ട്രൈക്ക് കോപ്സ് ഓഫ് മംഗ്ല ഫോർ ഇന്റഗ്രേറ്റഡ് എക്സസൈസസ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. തീർന്നില്ല. പാകിസ്ഥാൻ ഇഷ്യൂഡ് അഡീഷണൽ എയർ സ്പേസ് റെസ്ട്രിക്ഷൻസ് അക്രോസ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ടെറിട്ടറി ഓൺ October 28-29, creating a sanitized zone to reduce radar monitoring burdens and preventing observation during India's സർവീസ് എക്സസൈസ്. ഇത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇത് മലയാള മാധ്യമങ്ങളൊക്കെ വന്നതാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ട്രൈ സർവീസ് സമയത്ത് റഡാർ നിരീക്ഷണ ഭാരം കുറയ്ക്കുന്നതിനും നിരീക്ഷണം തടയുന്നതിനുമായി ഒരു സാനിറ്റൈസ്ഡ് സോൺ സൃഷ്ടിച്ചുകൊണ്ട് October 28-29 തീയതികളിൽ തങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അധിക വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചു എന്ന റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. ഇനി വരുന്നതാണ് നമ്മുടെ വാർത്തയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരുപക്ഷെ ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമേ ഇത് കൊടുക്കാൻ സാധ്യതയുള്ളൂ. അസർബൈജാൻ, ഇന്തോനേഷ്യ എന്നിവയ്ക്കൊപ്പം ഗാസയിലെ സമാധാന സേനയിൽ പാകിസ്ഥാൻ സൈന്യം ചേരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തു വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഗാസയിലെ സൈന്യമായിട്ട് പാകിസ്ഥാൻ ചേരാൻ പോവുകയാണ്. അസർബൈജാനും ഇന്തോനേഷ്യയും എന്നിവയ്ക്കൊപ്പം ഗാസയിലെ സമാധാന സേനയിൽ പാകിസ്ഥാൻ സൈന്യം ചേരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ, റിപ്പോർട്ടുകൾ. ഇത് നമ്മൾ എവിടെ നിന്ന് എടുത്തതെന്ന് അറിയാമോ? ഇത് കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കും കൊടുക്കാനുള്ള സാധ്യതയില്ല. ഇത് യഷ്പിയ വേൾഡ് ന്യൂസ് എന്ന് പറയുന്ന ഇസ്രായേലി, ഇനിയിപ്പോൾ നമ്മൾ സോഴ്സ് കാണിച്ചില്ലെന്ന് വേണ്ട, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവരുടെ കൃത്യമായിട്ടുള്ള ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇസ്രായേലി ഡിഫൻസ് ഒഫീഷ്യൽസ് പാകിസ്ഥാൻ ലൈക്ലി ടു ജോയിൻ ഇന്റർനാഷണൽ ഫോഴ്സ് ടു സ്റ്റെബിലൈസ് ഗാസ എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രവർത്തനം നടത്താനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പോരാത്തതിന് ഇനി അടുത്തത് പാകിസ്ഥാൻ കര, നാവിക, വ്യോമസേന, മറൈൻ എന്നീ വിഭാഗങ്ങൾ ക്രിക്ക് ഏരിയയിൽ സംയുക്ത അഭ്യാസങ്ങൾ ഇപ്പോൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. നാവികസേനാ മേധാവിയുടെ അവലോകനവുമായി ഇത് സംയോജിപ്പിച്ചിട്ടുണ്ട്. സമുദ്രാതിർത്തി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. ഇതിൽ വിദേശ ഫണ്ടിങ് ഇല്ല എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ പണ്ടൊക്കെ നടരാജിന്റെ ജോമെട്രി ബോക്സ് വാങ്ങിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒറിജിനൽ എന്ന് എഴുതി വെച്ചിരിക്കും. ഒറിജിനലിന്റെ പുറത്ത് ആരെങ്കിലും ഒറിജിനൽ എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചാണ്, എന്തിനാണ് ഇങ്ങനെ എഴുതി? ഇത് ഒറിജിനൽ ആണെങ്കിൽ ആരെങ്കിലും എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ പാകിസ്ഥാൻ പറയുകയാണ് ഇതിൽ വിദേശ ഫണ്ടിങ് ഇല്ല, നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട എന്ന് പാകിസ്ഥാൻ പറയുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. നമ്മൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഇടയിൽ വളരെ ഞെട്ടിക്കുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്തകൾ പലതും പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ നമ്മൾ എടുക്കുന്നില്ല. കാരണം വരുന്ന ദിവസങ്ങളിൽ അത് ചർച്ചയ്ക്കുള്ള വലിയ വിഷയങ്ങളാണെന്നുള്ളത് കൊണ്ടാണ് അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ പാകിസ്ഥാനും തയ്യാറെടുക്കുകയാണ്. ആക്ച്വലി എനിക്കൊരു ചെറിയ പേടി തോന്നുന്നുണ്ട്. എന്താണ് തോന്നുന്നത് ബിജുചേട്ടന്? അല്ല, ഇത് ശരിക്കും ഇന്ന് നടന്ന വലിയ 2 പ്രധാനപ്പെട്ട വാർത്തകൾ. ഇപ്പൊ ധനുഷ് പറഞ്ഞതാണ് വലിയൊരു വാർത്ത.
അതിനോടനുബന്ധിച്ച് ചേർന്ന് വന്ന രണ്ട് വലിയ വാർത്തകൾ. ഒന്ന് രാജ്നാഥ് സിംഗിന്റെ, നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിന്റെ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, ഏത് നിമിഷവും അതിർത്തിയിൽ സംഘർഷമുണ്ടായേക്കാം, കരുതലോടെ ഇരിക്കുക, ശക്തമായി നമ്മൾ പ്രതികരിച്ചിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അദ്ദേഹം പറയുന്നത് ഈ ഒരാഴ്ചക്കുള്ളിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ സക്രീകന്റെ കാര്യം പറയുന്നു, ദീപാവലി സമയത്ത് അദ്ദേഹം പറയുന്നു, ഇന്നിതാ വീണ്ടും അദ്ദേഹം ആ സെയിം സാധനം തന്നെ, ആ സെയിം ടോപ്പിക്, സെയിം സ്ഥലം തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു, ഏത് നിമിഷവും അതിർത്തി സംഘർഷം ഉണ്ടായേക്കാം, അതൊരു യുദ്ധമായി കലാശിക്കും എന്ന് പറയുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ കാര്യം തന്നെയാണ്. ഇതിനിടയിൽ തന്നെ ഇസ്താംബൂളിൽ നടന്ന ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചർച്ച അലസിപ്പിരിയുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് അലസിപ്പിരിഞ്ഞ ലക്ഷണമാണ്. കാരണം ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ സാധാരണ എങ്ങും അടി നടക്കാറില്ല. ഇത് ഒരു വഴിക്ക് ചർച്ച, ഒരു വഴിക്ക് അടി. അതായത് ചർച്ചയ്ക്കും അടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളും മറ്റുമായിരുന്നു ചർച്ച നടന്നപ്പോൾ. അതിന് സമാനമായി തന്നെ അതിർത്തിയിൽ പാകിസ്ഥാനും പട്ടാളത്തും വെടിവെപ്പ്. എനിക്ക് തോന്നുന്നു ചർച്ചയ്ക്ക് പോയവരുടെ തോക്കില്ലഞ്ഞ ഭാഗ്യം, ഇല്ലെങ്കിൽ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയും വെച്ചേനെ. അങ്ങനെ നിൽക്കുന്നു. അതിനിടയ്ക്ക് അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത്, നിങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. കാരണം തങ്ങളെ കഴിഞ്ഞ ദിവസം കാബൂൾ ആക്രമിച്ചത് അമേരിക്കയുടെ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാൻ. അപ്പം നിങ്ങൾ അവരുമായി ഒരു വലിയ ഡീൽ നടത്തിയിട്ട് അമേരിക്കയുടെ നിന്ന് ഡ്രോൺ വാങ്ങി ആ ഡ്രോൺ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. അതായത് അമേരിക്ക പാകിസ്ഥാൻ അച്ചുതണ്ടിനെയാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇതും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മുൻ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം നടന്നാലോ ഇല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായാലോ ഇന്ത്യക്ക് എന്തായാലും പണിയാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഇവർ തമ്മിൽ യുദ്ധം നടത്തി കഴിഞ്ഞാലും അവർ ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എടുത്ത് കൊമ്പ് കോർക്കാൻ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും നമ്മൾ തന്നെ ഇവിടെ ഒരുങ്ങിയിരിക്കണം. കാരണം അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിന് ഒരുങ്ങുമ്പോഴും ഇന്ത്യ ഒരുങ്ങണം. അതാണ് അതിന്റെ ഒരു രീതി. ഇപ്പൊ നമുക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൽ തകൃതിയായിട്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഈ പാകിസ്ഥാന്റെ ഷംഷാദ് മിർസ കഴിഞ്ഞ ദിവസം അവിടെ എത്തി. അദ്ദേഹത്തിന് യുഎൻഎസ് ഒരു നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പടമെല്ലാം ചേർത്തുകൊണ്ടൊരു ഭൂപടവും അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ ഈ പ്രസ്താവന വളരെ ശ്രദ്ധേയമാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കരസേനാ മേധാവി ഒരാഴ്ചക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒന്നര ആഴ്ചക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മൾ ഈ ഡിബേറ്റിൽ നമ്മളത് ചർച്ചാ വിഷയമാക്കിയതാണ്. അദ്ദേഹം പറഞ്ഞത് 5 വർഷത്തേക്കുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്ന്. കാരണം ഇനി ഒരു ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല. പകരം ഇനിയുള്ളത് ഓപ്പറേഷൻ എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ നല്ലത് അതിനെ നമ്മൾ യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിരിക്കും അതിന് ശരിയായ ഒരു വാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം നാം നടത്തുന്ന നീക്കങ്ങളെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് വൈഡായിട്ട് നമ്മൾ നടത്തുന്നതിന് യുദ്ധം, വാർ എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ഇതിനെ വാർ എന്ന രീതിയിൽ തന്നെ വേണം കാണാൻ. ഒരു യുദ്ധം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കരസേനാ മേധാവി പറഞ്ഞത് ഇനി അത് നീണ്ടു നിൽക്കും ഒരു 5 വർഷത്തേക്കെങ്കിലും എന്ന്. കാരണം നമ്മളുടെ ആ ഒരു ഏരിയ അത്ര ശാന്തമല്ല എന്നുള്ളത് അടിക്കടി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഘർഷഭരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാം ഒന്ന് കലങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു ഈ ശാന്തത എന്ന് പറയുന്നത് വലിയൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണ്. കാരണം എല്ലാവരും സൈലന്റ്, പുടിൻ സൈലന്റ്, ചൈന സൈലന്റ്, ഇന്ത്യ സൈലന്റ്, പാകിസ്ഥാൻ സൈലന്റ്, അഫ്ഗാനിസ്ഥാൻ സൈലന്റ്, ഇസ്രായേൽ സൈലന്റ്, ഇവരെല്ലാവരും സൈലന്റ് ആയി നിൽക്കുന്നു. ഈ സൈലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്തൊക്കെയോ സംഭവങ്ങൾ എന്ന് പറയേണ്ടി വരും. ട്രംപിനും ഈ പഴയ വീറും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കാരണം ട്രംപ് ഇപ്പോൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ വ്യാപാര കരാറുകൾ സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ട്രംപും നീങ്ങുന്നത്. അങ്ങനെ നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം അവരുടെ സാമ്പത്തികത്തിന് നട്ടലൊടിക്കും അവരൊരു യുദ്ധത്തിലേക്ക്. കാരണം മറ്റു രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് പോലെയല്ല അമേരിക്ക. കാരണം അവർക്ക് ഏതാണ്ട് 80-85ഓളം രാജ്യങ്ങൾ അവർക്ക് വ്യോമത്താവളങ്ങൾ അടക്കമുള്ളവയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചലിപ്പിക്കുമ്പോൾ തന്നെ എത്ര കോടി രൂപ, എത്ര ബില്യൺ തുക അവർക്ക് ചെലവാകും. അപ്പൊ അത്രയും ഒരു തുക നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അമേരിക്ക വലിയ കടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പൊ അത്രയും തുക മുടക്കി അവരൊരു യുദ്ധത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവരൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനിയൊരു യുദ്ധം ഉണ്ടായാലും അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, ഇന്ത്യയോ പാകിസ്ഥാനോ പോലെ ഒരു യുദ്ധമല്ല. അവരിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വേൾഡ് വൈഡായിട്ട് പലയിടത്തും അവർക്ക്
തായ്വാന്റെ ഒരു വിഷയം കിടക്കുന്നു, റഷ്യ ഉക്രൈൻ വിഷയം കിടക്കുന്നു, അങ്ങനെ വിവിധ വിഷയങ്ങൾ, അതിനിടയ്ക്ക് ഇറാനെ നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പല വഴിക്കുണ്ട്. അവരും അവരുടെ സഖ്യകക്ഷികൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഭാരിച്ച തുക മുടക്കി ട്രംപ് അതിന് ഇറങ്ങി പുറപ്പെടുമോ എന്ന് അറിയില്ല. കാരണം ട്രംപിന്റെ ഒരു നയം തന്നെ ഈ അനാവശ്യമായിട്ട് യുദ്ധങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു. അന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഇവരുടെ പട്ടാളത്തെ ഇവർ പിൻവലിച്ചത്. എന്തിനാണ് വെറുതെ നമ്മുടെ പട്ടാളക്കാരെ അവിടെ കൊല്ലുന്നത്, നമ്മുടെ പൈസ എന്തിനാണ് വെറുതെ കളയുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ഇദ്ദേഹം പലയിടത്തുനിന്നും സൈന്യത്തെ പിൻവലിച്ചത്. ഇദ്ദേഹത്തിന്റെ ഒന്നാം ഭരണകാലത്തും അദ്ദേഹത്തിന്റെ രണ്ടാം ഭരണകാലത്തും ഒക്കെ നമ്മളത് കണ്ട സിറിയയിലടക്കം അവരുടെ സൈനിക താവളത്തിൽ നിന്നുള്ള സ്ട്രെങ്ത് ഒക്കെ അവർ കുറച്ചിരുന്നു. അപ്പം ഇത് പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. പുടിൻ ഇന്നലെ ഒരു വാർണിംഗ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വലിയ വാർത്ത തന്നെയാണത്. ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ വലിയ തലക്കെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പുടിനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ 2 ആണവ അന്തർവാഹിനികൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അതൊരു ഓർമ്മ വേണം, ഞങ്ങൾക്ക് വലിയ ദൂരത്തിന്റെ മിസൈലിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പുടിനോട് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ പുടിൻ അതിൽ പ്രതികരിച്ച് കണ്ടില്ല. സാധാരണ പുടിൻ ട്രംപിനെ പോലെ മോദിയുടെയും പുടിന്റെയും ഈ ഷീ ജിൻപിങ്ങിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അവര് ഈ ട്രംപിനെ പോലെ എന്തെങ്കിലും പറയുകയും തിരിച്ചു പറയുകയും ഈ പിള്ളേരെ കണക്ക് കിടന്ന് തല്ലുകൂടുകയും ഒന്നും ചെയ്യുന്ന ഒരു രീതിയല്ല. ഈ പരസ്പരം ചെളിവാരി എറിയുകയോ ഇല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുകയോ ഒന്നുമല്ല. കാരണം അങ്ങനെ അതിനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേരുണ്ടല്ലോ അതിന് മറുപടി കൊടുക്കാനുണ്ട്. രാഹുൽ ഗാന്ധി മുതൽ ഒരുപാട് പേര് പണിയില്ലാതിരിപ്പുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ചർച്ച നടത്തുന്നത്, കാരണം അവർക്ക് ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്, കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരാരും അങ്ങനെ ഈ ജോലിയിലാണ്, അതായത് സംസാരത്തിലല്ല, തന്റെ വർക്കിലാണ് കാര്യം എന്ന് വിചാരിക്കുന്നവരാണ് ഇവരെല്ലാം തന്നെ. അതുകൊണ്ടായിരിക്കും പുടിൻ അതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പാക് ബോർഡറിൽ വലിയൊരു നീക്കം നടക്കുന്നത്. കാരണം ഈ സക്രീക്കിൽ ഒരു ഫൈറ്റ് നടക്കും. കാരണം അവിടെ അതിനൊരു ഇമ്പോർട്ടന്റ് ഉണ്ട് ധനുഷേ. ഈ സക്രീക്കില് 96 കിലോമീറ്റർ വരുന്ന ഒരു കടലിടുക്കാണ്. ഇതിന്റെ ബോർഡർ പണ്ട് തൊട്ടേ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. നമ്മൾ പറയുന്നത് ഇതിന്റെ മധ്യഭാഗം തൊട്ട്, അതായത് ആ ഒരു കടലിടുക്കിന്റെ ആ സെൻട്രൽ പോർഷൻ തൊട്ട് ഇങ്ങോട്ട് നമ്മളും അപ്പുറത്തേക്ക്. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് സെൻട്രൽ പോർഷൻ അല്ല, നമ്മുടെ കരയില്ലേ, നമ്മുടെ ഈ തീരപ്രദേശം, നമ്മുടെ ഈ റാൺ ഓഫ് കച്ച് വരെയാണ് ഞങ്ങളുടെ ബോർഡർ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിനൊരു കാര്യമുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി വാതകങ്ങളുടെയും ഒപ്പം തന്നെ ഓയിൽ, വലിയ രീതിയിലുള്ള എണ്ണ ഉണ്ട്. അപ്പം ഇത് മുമ്പ് ട്രംപ് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിൽ വലിയ എണ്ണശേഖരം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ ധനുഷിന്? അത് വലിയ രീതിയിൽ വാർത്ത വന്നു. എണ്ണശേഖരം വന്നു, ഇന്ത്യ എണ്ണ വാങ്ങും എന്ന് പറഞ്ഞു. ഈ എണ്ണ എവിടെ എന്ന് അന്ന് പാക് മാധ്യമങ്ങൾ സഹിതം ചോദിച്ചു. ഈ എണ്ണയുടെ വലിയൊരു ശേഖരം ഈ പറയുന്ന ഈ സക്രീക്ക് എന്ന് പറയുന്ന ഈ കടലിടുക്കിലുണ്ട്. ഇത് ഖനനം ചെയ്യാൻ നമ്മുടെ രാജ്യം പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ചില റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ, അതായത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് ബ്ലോക്കായി നിന്നിട്ടുണ്ട്. അപ്പം അതാണ് നോട്ടമിടുന്നത്. അപ്പൊ ഇത് അമേരിക്കയ്ക്കും കൂടെ താല്പര്യമുള്ള ഒരു കേസാണ്. കാരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ലോട്ടറിയാണ്. പക്ഷെ അതാണ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്തവണത്തെ തൃശ്ശൂർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം, 10 ദിവസം നീണ്ടു നിൽക്കുന്ന സൈനിക അഭ്യാസം തുടങ്ങുന്നത് തന്നെ രാജസ്ഥാൻ ടു ഗുജറാത്ത് ആണ്. ആ ഒരു അതിർത്തിയിലാണ് നെടുനീളത്തിൽ നമ്മുടെ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടാണ് റഫേൽ അടക്കം നമ്മുടെ അന്തർവാഹിനികൾ അടക്കം നിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ വിന്യാസമാണ്. ഈ അന്തർവാഹിനികൾ എന്തിനാണ് ഈ സംയുക്ത സൈനിക ഓപ്പറേഷൻ ഇത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ സക്രീക്കിന്റെ ഒരു പ്രാധാന്യവും. ധനുഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ നാവികസേന അങ്ങോട്ടേക്ക് നീങ്ങുന്നുവെന്നും അവരുടെ നാവികസേനയ്ക്ക് വേണ്ട കമാൻഡ് കൊടുക്കും. അതാണ് അതിന്റെ ഒരു കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് നേവിക്കൊപ്പമായിരുന്നു. അദ്ദേഹം അവിടെ പറഞ്ഞത് ഇനി നിങ്ങളുടെ ഊഴമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും വെറുതെ അല്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ധനുഷ് ഇപ്പോൾ പറഞ്ഞ ആ പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന ആ വാർത്ത, ഇല്ലെങ്കിൽ ആ ഒരു ഇന്റർനാഷണൽ വാർത്ത, ആ സക്രീക്കിൽ അവർ സംഘടിക്കുന്നതിന്റെ വാർത്ത ഇപ്പോൾ അത് ലിങ്ക് ചെയ്ത് വരുന്നത്. അതിനിടയിലാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇത്തരത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ ഈ കേന്ദ്ര മന്ത്രിമാര് എല്ലാവരും തന്നെ, അത് അമിത്ഷാ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും മോദി ആയാലും ഒക്കെ ഈ വീൺവാക്ക് പറയാറില്ല. വെറുതെ പോയിട്ട് ഡയലോഗ് അടിച്ച് കൈയിട്ട് നേടുന്ന ഒരു പതിവ് ഇല്ല. അത് രാജ്നാഥ് സിംഗിനും ഇല്ല, അമിത്ഷായ്ക്കും ഇല്ല, മോദിക്കും ഇല്ല. തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പോയിട്ട് രാഷ്ട്രീയം പറയും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുമെന്നല്ലാതെ ഇത്തരം ഇന്റർനാഷണൽ കാര്യങ്ങളിൽ പോയിട്ട് ഈ ഡയലോഗ് അടിച്ച് കൈയടി വാങ്ങില്ല. ഇപ്പൊ ട്രംപിനെ പോലെ എന്നും പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ജോലിയുണ്ട്, അതുമായിട്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഏതായാലും ഇതിന്റെ അപ്ഡേഷൻസ് നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ, കാരണം ഇതിന് തുടക്കം മുതലേ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ചാനലാണ് നമ്മളത്. അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ഒരു അപ്ഡേഷൻസ് പോലും നമ്മൾ മിസ് ചെയ്തിട്ടില്ല.
വാർത്ത എത്ര പേർ കാണുന്നു എന്നുള്ളതല്ല, ഒരാൾ മാത്രമാണ് അത് കണ്ടതെങ്കിലും അവരിലേക്ക് ഇതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ഈ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് മാത്രമല്ല, ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്, അതും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ കാണണം. കാരണം അതിനകത്ത് അപ്പോൾ വരുന്ന വാർത്തകൾ അപ്പോൾ കൊടുക്കും. വലിയ സമയമൊന്നും ചെലവഴിക്കേണ്ട, 1-2 മിനിറ്റ് അതിൽ ചെലവഴിച്ചാൽ മതി, ആ വാർത്തകൾ അറിയാൻ കഴിയും. ഏതായാലും ഇതിന്റെ ഫോളോ അപ്പുകൾ ഉണ്ടാകും. വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായിട്ട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.